ഈ ഒരു ക്വാളിറ്റിയിലുള്ള വീഡിയോ നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഹായ് വിവൺ മൈ ടെക് ബൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്, നമ്മുടെ ആപ്പ് ബൈറ്റ് സീരീസിൻ്റെ 34ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടിട്ട് പലർക്കും ചിരി തന്നെ വരുന്നുണ്ടാകും. അപ്പം വർഷങ്ങൾക്ക് ശേഷം തന്നെയാണ് ഞാൻ ഇത്രയും ചെറുതായിട്ട് ഞാൻ മുടി കട്ട് ചെയ്തിട്ടുള്ളത്. സോ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ 2 ആപ്ലിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റത്തെ ആപ്ലിക്കേഷന് പാണ്ട വീഡിയോ കംപ്രസർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. രണ്ടിൻ്റെയും ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 10 MB താഴെയായിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വീഡിയോ സൈസ് വരുത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ടെക്സ്റ്റോ അല്ലെങ്കിൽ മീൻസ് നിങ്ങളുടെ ആ ഒരു വീഡിയോ ട്രിമ്മോ വാട്സപ്പിൽ തന്നെ ട്രിമ്മും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഈ ഒരു നോട്ട് 10+ തന്നെ എടുത്തൊരു നല്ല അടിപൊളി വീഡിയോ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ വെർട്ടിക്കലായിട്ട് തന്നെയാണ് വെക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിൽ കംപ്ലീറ്റ് സ്ക്രീനായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇൻഷോട്ട് യൂസ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നോർമലായിട്ട് നിങ്ങളിവിടെ ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 15 സെക്കൻഡ് തന്നെയാണ്. സോ നിങ്ങൾ മാക്സിമം 14 സെക്കൻഡിൻ്റെ ആ ഒരു ടൈം റേഞ്ചിൽ തന്നെ, അതായത് വീഡിയോ ലെങ്ത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഞാനിവിടെ ഒരു 9 സെക്കൻഡിൽ ആ ഒരു ലെങ്ത് ആയിട്ട് തന്നെയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ ഞാൻ വീഡിയോ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ക്രോപ്പ് ആയിട്ട് തന്നെയാണ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു വെർട്ടിക്കൽ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ക്യാൻവാസ് ഇതിൽ റേഷ്യോ എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ടിക്ടോക്കിൻ്റെ ഒരു ചെറിയ ഐക്കൺ കാണാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്യാൻവാസിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഈ ഒരു വീഡിയോ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു കാണുന്നത് പോലെ കൊടുക്കാം. അതിനുശേഷം ഇൻഷോട്ടിൻ്റെ ചെറിയ വാട്ടർ മാർക്ക് ഉണ്ടാകും, അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഫ്രീ ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് തന്നെയാണ്. ഇനി ഇതിൽ ചെറിയൊരു ട്രിം ചെയ്യുന്നുണ്ട്, അതായത് അതിൽ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ഔട്ട് ആയതിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട്, അപ്പോൾ എൻ്റെ ഇവിടെ ടോട്ടലായിട്ടുള്ളത് 5 സെക്കൻഡ് ലെങ്ത് തന്നെയാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം സേവ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ക്വാളിറ്റി 1080 തന്നെ കൊടുക്കുക. അപ്പോൾ ഇവിടെ 11 MB ആണ് സൈസ് വരുന്നത്. സോ ഇത് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ നേരെ വീഡിയോ പാണ്ട ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻഷോട്ടിൽ ആ ക്രിയേറ്റ് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ ആ വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇത് തന്നെയാണ് ആ ഒരു വീഡിയോ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻ കാണും. അതിൽ മെയിനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് 3ാമത്തെ ഓപ്ഷൻ തന്നെയാണ്, ലാർജ് ഫയൽ ജസ്റ്റ് കംപ്രസ് എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക, ശേഷം കംപ്രസ് ചെയ്യാം. സോ ഇവിടെ കംപ്രസ് ചെയ്യുന്നതിന് കുറച്ചൊരു ടൈം എടുക്കും, അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ കംപ്രസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു സൈസ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒറിജിനൽ സൈസ് 11 MB ആണ് ഉണ്ടായത്. കംപ്രസ് ചെയ്തിട്ട് 2.5 MB ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്വാളിറ്റി ഡ്രോപ്പ് ആയിട്ടൊന്നും ഇല്ല. 1080x1920 തന്നെയാണ് ക്വാളിറ്റി ഇവിടെ വരുന്നത്. അതിനുശേഷം താഴെയുള്ള ആ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാട്സപ്പ് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ വാട്സപ്പ് എടുക്കുന്നുണ്ട്. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു കംപ്രസ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനി ഒരു എഡിറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് സ്റ്റാറ്റസ് തന്നെ വെക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈസ് കാണാൻ സാധിക്കും 2.6 MB, അതായത് നമ്മൾ ആ ഒരു കംപ്രസ് ചെയ്ത ആ ഒരു സെയിം സൈസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ക്യാപ്ഷൻ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഇത് തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ ട്രിമ്മും കാര്യങ്ങളൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ വാട്സപ്പ് തന്നെ ഇതിൽ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ട്രിം ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് വീണ്ടും കുറയും. അപ്പോൾ നമ്മുടെ ആ ഒരു ക്വാളിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് നിങ്ങൾ ആ ഒരു സ്റ്റാറ്റസ് വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മുന്നേ സ്റ്റാറ്റസ് ആക്കി ഈ ഒരു സെയിം ഇത് തന്നെയാണ് ഇവിടെ കാണുന്നത്. നല്ല ക്വാളിറ്റി ഒന്നും ഡ്രോപ്പ് ചെയ്യാതെ തന്നെ ഇതിൽ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 10 MB അതായത് 10 MB താഴെ തന്നെ വീഡിയോ സൈസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് വാട്സപ്പിൽ ക്വാളിറ്റി ഡ്രോപ്പ് ഒന്നും വരാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് തന്നെയാണ്.
അപ്പം വീഡിയോ പാണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, കംപ്രസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അത് കൂടാതെ തന്നെ അതിൽ വേറെയും ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ടും ഇത് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴും നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.